നിങ്ങളോട് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പം ബഹ്റൈനിലാണ് നിൽക്കുന്നത്, സൗദിയിലല്ല. ഈ രണ്ടും നമ്മളെ വണ്ടികളാണ്. ഒന്ന് കിടക്കുന്ന ടൊയോട്ടയും അപ്പുറത്ത് കിടന്ന H1 ഹുണ്ടായുടെ. അത് രണ്ടുമാണ് ഞാൻ ഓടിക്കുന്നത്. രണ്ടും 3 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്, രണ്ടും കൂടി 1.5 വെച്ചിട്ട്. ഇതാണ് ഞാൻ ഇപ്പം കൊണ്ടു നടക്കുന്ന വണ്ടി. ഹൈബ്രിഡാണ് ഇത്, ഹൈലാൻഡർ ടൊയോട്ടയുടെ വണ്ടിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ വിചാരിച്ച് ഇന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാമായിരുന്നു. കാരണം ഇത് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഓടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കണമല്ലോ എത്ര കിട്ടുമെന്ന്. എൻ്റെ ഒരു ഊഹമൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് എത്ര കിട്ടുമെന്നൊക്കെ. മിക്കവാറും ഒരു 800-850 കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി പുലിയാണ്. ഞാനിപ്പോൾ ഓടിക്കുന്നൊരു ഹൈബ്രിഡ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഇതൊരു ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരു ഫുൾ ടാങ്ക് അടിച്ച് 800-850 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അത് കൂടുതലുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നു ഒരു 800 ഓടുമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും. സാധാരണ ഒറ്റയടിക്കല്ല അത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാനൊരു വീട്ടിൽ വണ്ടി ഓടിക്കുവാണ്. അപ്പം അതിനനുസരിച്ച് എത്ര ദിവസം കൊണ്ട് ഈ ഫുൾ ടാങ്ക് കൊണ്ട് എത്ര ദിവസം ഓടാം, അപ്പോൾ എത്ര കിലോമീറ്റർ ഓടാം എന്നാണ് നോക്കുന്നത്. കാരണം ഇത് പെട്രോളടിക്കുന്ന സമയത്ത് ഇത് ഓർമ്മ കാണില്ല. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ മറന്നു പോകുന്നത്. അപ്പം പെട്രോളടിക്കുമ്പോൾ ഇതങ്ങ് മറന്നു പോകും. എന്തായാലും ഞാനിന്ന് പരമാവധി ശ്രമിക്കാം, എത്ര കിട്ടുമെന്നൊക്കെ നോക്കാം. ഇന്നിപ്പം ഫുൾ ടാങ്ക് അടിച്ചാൽ ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് അടിച്ചാൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ വണ്ടി ഉണ്ട്, ഒരു H1 ബസ്. അതിന് ഇന്നിപ്പോൾ അടിച്ചാൽ ഒന്നരട അടിച്ചാൽ അടിക്കേണ്ടി വരും ഫുൾ ടാങ്ക്. അപ്പോൾ അത് വേറെ വണ്ടി, ഇത് വേറെ മോഡലുമാണ്. ഇത് ടൊയോട്ടയുടേതാണ്, അത് ഹുണ്ടായുടേതുമാണ്. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. പക്ഷെ ഇതിനകത്ത് 3 പേരെ എപ്പോഴും കാണുള്ളൂ. 3 പിള്ളേരെ, കുഞ്ഞു പെൺപിള്ളേരെ അവരെ കാണുള്ളൂ. കാരണം അവരെ സ്കൂളിൽ കൊണ്ടാക്കുക, അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ വണ്ടി. പക്ഷേ ഇത് കാല് കൊടുത്താൽ മിസൈൽ പോകണമൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓവർടേക്കിംഗ് ഒന്നൊരു വിഷമവും ഇല്ല. ഒരു H1 ആണെങ്കിൽ ഒന്ന് നിന്ന് കരഞ്ഞ് കൂവിയിട്ടൊക്കെ പോവുള്ളൂ. ഇതങ്ങനെയല്ല, മിസൈൽ കണക്ക്. കാരണം അതിൻ്റെ ഒരു രീതിയും എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാറ്റിനെ തള്ളിയിട്ട് വെളിയിൽ പോകാനുള്ള രീതിയിലൊക്കെയാണ്. നല്ല കാലൊക്കെ കൊടുത്ത് പറക്കും, പമ്പരം പോകുന്ന കണക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടിക്കകം. ബാക്കിലത്തെ സീറ്റ് മടക്കിയിട്ടിരിക്കുക. കാരണം വല്ല കൊണ്ടുവരണോ വേണ്ടതെന്ന് അറിയണ്ടേ. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നോക്കി നല്ല വ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് അഡാസ് വണ്ടി കേട്ടോ, 2020 മോഡൽ വണ്ടിയാണ്. അവർ ഓരോ 5 കൊല്ലം കൂടുതൽ വണ്ടികൾ മാറ്റും. ഇപ്പോൾ ഈ പ്രാവശ്യം വണ്ടി മാറ്റും എന്നാണ് അവർ പറഞ്ഞത്. എല്ലാ വണ്ടികളും 5 കൊല്ലം ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഇത് അഡാസ് എനിക്കൊന്ന് ലെവൽ 1 ലെവൽ 2 ആയിരിക്കും. കാരണം ഇതൊരു അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ നമ്മൾ വരെയും ഇന്ന് ഇടിക്കത്തൊന്നുമില്ല. കണക്കാണ് ലൈനൊക്കെ ചേഞ്ച് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, വണ്ടി സ്റ്റിയറിംഗ് കടിച്ചു പിടിച്ച് വയ്ക്കും. ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻഡിക്കേറ്റർ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ വേഗത എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലൈൻ ചേഞ്ച് ആവില്ല. ഇൻഡിക്കേറ്റർ ചേഞ്ച് ആവും, ഇല്ലയെന്നൊന്നും പറയില്ല. പക്ഷെ ഇത് നമ്മൾ അങ്ങോട്ട് പിടിക്കുന്നതോറും വണ്ടി ഇങ്ങോട്ട് പിടിച്ച് ഇടും. അതായത് ആ ലൈനിൽ തന്നെ ഇട്ടേക്കും. പിന്നെ പരമാവധി പെട്ടെന്ന് വെട്ടിച്ചങ്ങനെ മാറ്റുന്നെങ്കിലേ ഉള്ളൂ. അത് ചെയ്യാൻ നിൽക്കുമല്ലോ, ഇൻഡിക്കേറ്റർ തന്നെ മാറത്തുള്ളൂ. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഓണാക്കിയാൽ വേറെ പ്രശ്നമുണ്ട്. അതായത് ഇത്ര മീറ്റർ ഡിസ്റ്റൻസ് നിൽക്കുന്ന വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ അളിയൻ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പിടിച്ച് കളയും. അങ്ങനൊരു സ്വഭാവമുണ്ട് ഇതിന്. അപ്പോഴത്തേക്കും ബാക്കി വരുന്ന വണ്ടി ചിലപ്പോൾ ഇതിൽ ഇടിച്ചിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. അതിനുശേഷം ഞാനിത് ഇടൂല. കാരണം പെട്ടെന്ന് സഡനായിട്ട് അങ്ങ് ബ്രേക്ക് പിടിച്ച് കളഞ്ഞു. ഈ സാധനം ഒരു ലിമിറ്റ് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ. അതിനുശേഷം പിന്നെ ഞാൻ ഈ സാധനം ഇടൂല. ഞാൻ നോക്കിയിട്ട് സ്വയരക്ഷയ്ക്ക് ഇതാണ് നല്ലത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആക്സിലേറ്റർ ചവിട്ടുക, ആവശ്യമില്ലാത്ത ബ്രേക്ക് ചവിട്ടുക, അതാണ് അവസ്ഥ. അല്ലാതെ ഇതിലെ കൈ കൊടുത്ത ഇത് കണക്ക് കൂട്ടിയിട്ട് ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും. ഇതിപ്പോൾ ഓടിയ കിലോമീറ്ററാണ് 1,57,733. നമുക്കാദ്യം ട്രിപ്പ് അങ്ങ് 0 ആക്കാം. ഇതിപ്പോൾ കണക്കുപ്രകാരം 47 ലിറ്റർ പുറത്തടിച്ചു. ഇതിലിപ്പോൾ ഒരു 47 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അതായത് ഒരു 11 ദിനാറിൻ്റെ. നാട്ടിലാണ്ട് ഒരു 2,500-2,750 രൂപയുടെ പെട്രോളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മൈലേജൊക്കെ ഒന്ന് നോക്കണം. തുരുതുരാന്ന് നോക്കാനൊന്നും പറ്റില്ല, സമയം പോലെ അനുസരിച്ചാണ് ഞങ്ങൾ നോക്കുന്നത്. എന്നാലും ഇവിടുത്തെ ഓട്ടത്തിനനുസരിച്ച് എത്ര മൈലേജ് കിട്ടുമെന്ന് അറിയണമല്ലോ.